സ്വാഗതം. നമ്മളിന്ന് ദി ഹിന്ദു പത്രത്തിലെയും പിന്നെ ലേണേഴ്സ് IASന്റെ പഠനക്കുറിപ്പുകളിലെയും ഒരു പ്രധാന വിഷയം അതാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ ഈ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ശ്രമങ്ങൾ അതിലൊരു വിരോധാഭാസം പോലെ, പിന്നെ സാധാരണക്കാർക്കിടയിൽ ഈ അനൗപചാരിക കടം കൂടുന്നൊരവസ്ഥ. അപ്പോൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ UPSC പ്രസക്തി നമ്മളൊന്ന് നോക്കിയാൽ പ്രിലിംസിനത് ഇന്ത്യൻ ഇക്കണോമിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ബാങ്കിംഗ്, പിന്നെ ഈ അനൗപചാരിക സമ്പദ്വ്യവസ്ഥ, ദാരിദ്ര്യം, മൈക്രോ ഫിനാൻസ് ഒക്കെ വരും. സർക്കാർ നയങ്ങളും പ്രധാനമാണ് കേട്ടോ. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2 ഈ ദുർബല വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, ദാരിദ്ര്യ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെടും. പിന്നെ GS പേപ്പർ 3 ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്ന ഭാഗത്തും വരും. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രധാന കണ്ടെത്തൽ? സർക്കാരിന്റെ വലിയ ശ്രമമൊക്കെയുണ്ട്. പെട്ടവർ ഇപ്പോഴും ലോണിനു വേണ്ടി, വായ്പയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കൂടുതലും ഈ അനൗപചാരിക സ്രോതസ്സുകളെയാണ്. അതെ അതെ, അതാണ് പ്രശ്നം. കണക്കുകൾ നോക്കിയാൽ ഇപ്പോ 2018-19 തൊട്ട് 2022-23 വരെയുള്ള കാലയളവിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരില്ലേ, അതായത് ഏകദേശം 1 ലക്ഷം 2 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർ, അവർ ഈ ബാങ്ക് പോലുള്ള ഔപചാരിക സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങുന്നത് 4.2% കുറഞ്ഞു. അതേസമയം ഈ പണമിടപാടുകാർ പോലുള്ള അനൗപചാരിക ആളുകളിൽ നിന്നുള്ള കടം 5.8% കൂടി. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കാരണം പറയുന്നത് ഈ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ആണെന്നാണ്. ശരിയാണ്. അതിലൊരു ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന അനൗപചാരിക സ്രോതസ്സുകൾ അവർ 40% തൊട്ട് 50% വരെയൊക്കെയാണ് പലിശ വാങ്ങുന്നത്. ഭീമമായ പലിശയാണ്. അമ്മമ്പോ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, സർക്കാരിന് ലക്ഷ്യം പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഔപചാരിക സിസ്റ്റത്തിലൊരു വിടവ് കാരണം അവർ ചെന്ന് പെടുന്നത് ഇത്തരം കഴുത്തറപ്പൻ പലിശയുടെ കടക്കിണിയിലാണ്. ഇത് ശരിക്കും ആ നയത്തിന്റെ ഉദ്ദേശത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയല്ലേ? തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ മൈക്രോ ഫിനാൻസ് ലോണുകളിലെ തിരിച്ചടവ് മുടങ്ങുന്നതും കൂടുന്നുണ്ട്. അതായത് ഒരു 90 ദിവസത്തിലധികം കുടിശ്ശികയുള്ള ലോണുകള്, അത് 2022 ഡിസംബറിൽ 1.8% 2025 മാർച്ചോടെ 3.6%, ഏകദേശം ഇരട്ടിച്ചു. ഇത് ഗ്രാമീണ മേഖലയിലെ ഒരു സാമ്പത്തിക സമ്മർദ്ദം അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ നമുക്ക് UPSC പ്രിലിംസിന് വേണ്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ അതൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം അല്ലേ? ആവാം. 1. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇത് നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക്, ബാങ്ക് അക്കൗണ്ട്, ലോണ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ ഒരു താങ്ങാനാവുന്ന രീതിയിൽ ലഭ്യമാക്കുക, അതാണ് ലക്ഷ്യം. പിന്നെ ഔപചാരിക വേഴ്സസ് അനൗപചാരിക വായ്പ, ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ ക്രെഡിറ്റ്. ഔപചാരികം എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ പോലെയുള്ള നിയന്ത്രിത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലോൺ. അനൗപചാരികമെന്ന് വച്ചാൽ പണമിടപാടുകാർ, അങ്ങനെയുള്ള നിയന്ത്രണമില്ലാത്ത സ്രോതസ്സുകൾ. ഈ അനൗപചാരിക വായ്പകളാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു കാരണം. അതെ, പ്രധാന കാരണം. പിന്നെ ക്രെഡിറ്റ് സ്കോർ. ഒരാൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അയാളുടെ പഴയ ഹിസ്റ്ററി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുന്ന ഒരു സ്കോർ. ഇത് കുറഞ്ഞാൽ ബാങ്ക് ലോൺ കിട്ടാൻ പാടാണ്. പിന്നെ കടക്കെണി. ഒരു കടം വീട്ടാൻ വേറൊരു കടം എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഉയർന്ന പലിശയാണ് ഇതിലേക്ക് സാധാരണയായിട്ട് നയിക്കുന്നത്. ശരിയാണ്. അവസാനം മൈക്രോ ഫിനാൻസ്. കുറഞ്ഞ വരുമാനക്കാർക്ക് ചെറിയ ലോണും മറ്റ് സാമ്പത്തിക സേവനങ്ങളും കൊടുക്കുന്ന സംവിധാനം. പക്ഷേ അതിലും ഇപ്പോൾ തിരിച്ചടവ് പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് നമ്മൾ കേട്ടല്ലോ. അതെ, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഇത് ശരിക്കും ഇന്ത്യയുടെ വികസനത്തിലൊരു പ്രധാനപ്പെട്ട വിരോധാഭാസം തന്നെയാണ്. അതായത് ജൻധൻ യോജന പോലുള്ള പദ്ധതികളിലൂടെ നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ തുറന്നു. അത് ബാങ്കുകളുടെ ഒരു ലയബിലിറ്റി സൈഡിൽ വലിയ വിജയമാണ്. ശരിയാണ്, ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടായി. പക്ഷേ ഈ അക്കൗണ്ടുകൾ വഴി സാധാരണക്കാരൻ ആവശ്യമുള്ള സമയത്ത് ഒരു ലോൺ കിട്ടുന്നുണ്ടോ? അതാണ് ബാങ്കുകളുടെ അസറ്റ് സൈഡ്. അവിടെ വേണ്ടത്ര മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ഇതൊരു എന്താ പറയുക,
ഒരു ഘടനാപരമായ പരാജയമായിട്ട് തന്നെ കാണേണ്ടി വരും. പക്ഷേ ഇപ്പൊ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് നോക്കിയാല് ഈ റിസ്ക് ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നത് ഒരു സ്വാഭാവിക കാര്യമല്ലേ? കാരണം അവര് ലാഭം നോക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ. അപ്പൊ ചെറിയ വരുമാനക്കാർക്ക് ലോൺ കൊടുത്താൽ അത് കിട്ടാക്കടമാകുമോ എന്നൊരു പേടി അവർക്ക് കാണില്ലേ? തീർച്ചയായും ആ പേടിക്ക് അടിസ്ഥാനമുണ്ട്. ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫലം എന്താണ്? സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്ന ലക്ഷ്യം അത് പൂർണ്ണമാവുന്നില്ല. അപൂർണമായി നിൽക്കുന്നു. അരിക കടക്കിണിയിലേക്ക് അത് ദാരിദ്ര്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം അക്കൗണ്ടുകൾ വന്നതുകൊണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് DBT, സർക്കാർ സഹായം നേരിട്ട് ബാങ്കിലേക്കെത്തുന്നത്, അതിനൊക്കെ പ്രയോജനമുണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കണം. അത് ശരിയാണ്. പക്ഷേ ആ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ വായ്പാ ലഭ്യത അത് കാര്യമായി നടന്നില്ല. അതാണ് പോയിന്റ്. അപ്പോ ഇനി മുന്നോട്ട് എന്താണൊരു വഴി? മുന്നോട്ടുള്ള വഴി ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സാമ്പത്തിക ഉൾപ്പെടുത്തൽ വരണമെങ്കിൽ ഈ അക്കൗണ്ടുകൾ മാത്രം പോരാ. ഔപചാരിക വായ്പാ സംവിധാനം കുറച്ചുകൂടി ശക്തിപ്പെടുത്തണം. ഉദാഹരണത്തിന് ഈ സ്വയം സഹായ സംഘങ്ങളില്ലേ, SHGകൾ, അവർ വഴി കൂടുതൽ ലോൺ കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. അതൊരു വഴിയാണ്. നല്ല ആശയമാണ്. അതുപോലെ അയാളുടെ കറണ്ട് ബില്ല്, ഫോൺ ബില്ല് അടയ്ക്കുന്ന ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കുന്ന പുതിയ രീതികൾ, അങ്ങനെയുള്ള പുതിയ ക്രെഡിറ്റ് സ്കോറിംഗ് മോഡലുകൾ കൊണ്ടുവരണം. ഓഹോ, അതായത് തിരിച്ചടവ് ശീലം മറ്റ് രീതിയിൽ അളക്കുക. അതെ. പിന്നെ സാമ്പത്തിക സാക്ഷരത അതും കൂട്ടണം. എന്താണ് ലോണ്, എങ്ങനെ തിരിച്ചടയ്ക്കണം എന്നൊക്കെയുള്ള ബോധം ആളുകൾക്ക് വേണം. പിന്നെ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെ കുറച്ചുകൂടി നന്നായിട്ട് നിയന്ത്രിക്കണം. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് അടിസ്ഥാനപരമായൊരു കാര്യം, പാവപ്പെട്ടവരുടെ വരുമാനം അതൊരു സുസ്ഥിരമായ രീതിയിൽ കൂട്ടാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ്. എങ്കിലേ അവരെ കടക്കിണിയിൽ നിന്ന് രക്ഷിക്കാനും അവരുടെ വായ്പായോഗ്യത കൂട്ടാനും പറ്റൂ. അപ്പൊ ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണം കൂടിയത് ഒരു നല്ല കാര്യം തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. സാധാരണക്കാരന്, പ്രത്യേകിച്ച് പാവപ്പെട്ടവന്, ഒരാവശ്യം വരുമ്പോൾ ന്യായമായ വ്യവസ്ഥകളിൽ ലോൺ കിട്ടാനുള്ളൊരു സാഹചര്യം അതുണ്ടാക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. തീർച്ചയായും. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഔപചാരിക സംവിധാനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിമിതികളൊക്കെയുള്ളപ്പോൾ ഈ ഫിൻടെക്, അതായത് സാമ്പത്തിക സേവന രംഗത്തെ പുതിയ ടെക്നോളജിക്ക് ഇതിൽ എങ്ങനെ ഒരു പങ്ക് വഹിക്കാൻ പറ്റും? അതൊരു നല്ല ചോദ്യമാണ്. അതായത് ബാങ്കുകളുടെ റിസ്ക് കുറച്ചുകൊണ്ട് കുറഞ്ഞ വരുമാനക്കാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ലോൺ കിട്ടാൻ എന്തെങ്കിലും പുതിയ വഴികൾ ഈ ടെക്നോളജിയിലൂടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ? അതൊരു പ്രധാന ചോദ്യം തന്നെയാണ്. തീർച്ചയായും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം. ആ ഒരു ചിന്ത അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് ദി ഹിന്ദു ദിനപത്രത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെ. ഇന്ത്യയിലെ താപവൈദ്യുത നിലയങ്ങളിലെ അതിന്റെ മലിനീകരണ നിയന്ത്രണത്തിൽ കുറച്ചു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കൊണ്ടുവന്ന മാറ്റങ്ങൾ. അതെ. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഒരു ലേഖനം വെച്ച് താപനിലയം മലിനീകരണ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുന്നു, പാരിസ്ഥിതിക ആഘാതം, ഇത് വെച്ച് നമുക്കിതിന്റെ ഉള്ളുകള്ളികളൊക്കെ ഒന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് എന്താ പറയാ, നമ്മുടെ വായു, ആരോഗ്യം, ഊർജം എല്ലാത്തിനെയും ബാധിക്കുന്ന ഒന്നാണ്. ശരിയാണ്. അപ്പോ UPSC പരീക്ഷ എഴുതുന്നവർക്ക് ഇതെങ്ങനെ പ്രധാനമാകും, അതും കൂടി ഒന്ന് നോക്കാം. അത് പറയാം. പ്രിലിംസിനാണെങ്കിൽ തീർച്ചയായും പരിസ്ഥിതി തന്നെ, വായു മലിനീകരണം, പിന്നെ ഈ പറയുന്ന സൾഫർ ഡയോക്സൈഡ്, അതായത് SO2. ഓക്കെ. പിന്നെ ഈ ഫ്ലൂ ഗ്യാസ് ഡിസൾഫറൈസേഷൻ, FGD എന്നൊക്കെ പറയില്ലേ, ആ ടെക്നോളജി, സർക്കാർ നയങ്ങൾ, ഇതൊക്കെ പ്രിലിംസിന് വരാം. ശരി. മെയിൻസിനോ? മെയിൻസില് ഇത് GS പേപ്പർ 3 ആണ്. പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണം, പിന്നെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ. അതെ. പിന്നെ ഈ വികസനവും പരിസ്ഥിതിയും തമ്മിലൊരു ബാലൻസ് ഇല്ലേ, അത്തരം ചർച്ചകളിലൊക്കെ ഇത് നല്ലൊരു പോയിന്റാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ പുതിയ മാറ്റം? പ്രധാനമായിട്ടും ഈ FGD സ്ഥാപിക്കുന്നതിൽ നിന്ന് ഒരുപാട് നിലയങ്ങളെ ഒഴിവാക്കി എന്നതാണല്ലോ കേൾക്കുന്നത്. അതെ, അതാണ് പ്രധാന കാര്യം. ഈ FGD എന്ന് പറഞ്ഞാലേ, സിമ്പിളായി പറഞ്ഞാൽ, ഈ നിലയങ്ങളിൽ നിന്ന് വരുന്ന പുകയില്ലേ, അതിലെ സൾഫർ ഡയോക്സൈഡിന്റെ SO2 അളവ് കുറയ്ക്കാനുള്ളൊരു സംവിധാനമാണ്. ശരി. ഈ SO2 ആണോ പ്രധാന വില്ലൻ? ഒരു പ്രധാന വില്ലനാണ്. കൽക്കരി കത്തുമ്പോഴാണ് ഇത് കൂടുതലായിട്ടുണ്ടാവുന്നത്. വായുമലിനീകരണം, ആസിഡ് മഴ, ഇതിനൊക്കെ ഇത് കാരണമാവാം. അപ്പൊ പുതിയ നിയമം വന്നപ്പോ ആർക്കൊക്കെയാണ് ഇത് നിർബന്ധം? കുറച്ചു പേർക്കേ ഉള്ളൂ എന്നാണോ? അതെ. അവരൊരു പുതിയ കാറ്റഗറി തിരിച്ചു. കാറ്റഗറി A നിലയങ്ങൾ. അതായത്
ഡൽഹി NCR ഭാഗത്തുള്ളതും പിന്നെ 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങൾക്കടുത്തുള്ളതും. ആ, കൂടുതൽ ശ്രദ്ധ വേണ്ട സ്ഥലങ്ങൾ. അതെ, അവർക്ക് നിർബന്ധമാണ്. ഇത് ഏകദേശം ഒരു 11% വരും മൊത്തം കപ്പാസിറ്റിയുടെ. ഓക്കെ, വെറും 11%. അതെ. പിന്നെ വരുന്നത് കാറ്റഗറി ബി. അതും ഒരു 11% ഒക്കെയുള്ളൂ. ഈ ക്രിട്ടിക്കലി പൊല്യൂട്ടഡ് ഏരിയാസ് CPA എന്ന് പറയും, അതിനടുത്തുള്ളവ. അവർക്ക് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ വെക്കണ്ട എന്നൊരു മട്ടാണ്. അതെന്താ അങ്ങനെ? അതാണ് രസകരം. പക്ഷേ ഏറ്റവും പ്രധാനം ബാക്കി വരുന്ന കാറ്റഗറി സി നിലയങ്ങൾ. അത് ഏകദേശം 78% വരും. 78%. അതെ, അവർ ഈ FGDയുടെ കാര്യത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയൊരു വിഭാഗം നിലയങ്ങളെ ഒഴിവാക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഈ ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ, അതായത് അതിർത്തി കടന്നുള്ള മലിനീകരണം കൂടുമെന്നൊരു പേടിയുണ്ടല്ലേ? തീർച്ചയായും. അതാണ് പ്രധാന ആശങ്കകളിലൊന്ന്. ഈ SO2 വാതകവും അതിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന ചെറിയ പൊടിപടലങ്ങൾ, അതായത് സെക്കൻഡറി പാർട്ടിക്കുലേറ്റ് മാറ്റർ. PM 2.5 ഒക്കെ പോലെ. അതെ, അതുപോലുള്ളവ. ഇതൊക്കെ കാറ്റിൽ ഒരുപാട് ദൂരം പോകും, ചിലപ്പോൾ 200 കിലോമീറ്റർ, അതിൽ കൂടുതലും. ഓഹോ. അപ്പോ ഒരു സംസ്ഥാനത്തെ നിലയം കാരണം വേറൊരു സംസ്ഥാനത്ത് പ്രശ്നമുണ്ടാവാം. ഈ 78% വരുന്ന നിലയങ്ങളിൽ നിന്നുള്ള കൂടുതൽ പുക രാജ്യത്തെ മൊത്തം വായുവിനെ മോശമാക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിയൊരു ഇളവ് കൊടുക്കാൻ എന്തെങ്കിലും കാരണം അവർ പറയുന്നുണ്ടാവുമല്ലോ. എന്താണ് ന്യായീകരണം? പ്രധാനമായും പറയുന്നത് സാമ്പത്തിക ഭാരമാണ്. ഈ FGD സിസ്റ്റം സ്ഥാപിക്കാൻ ഭയങ്കര ചെലവാണ്. അപ്പോ അതൊഴിവാക്കുമ്പോൾ കറണ്ടിന്റെ ഉൽപ്പാദന ചെലവ് കുറയും, അതുകൊണ്ട് കറണ്ട് ചാർജ് കൂടില്ല എന്നൊക്കെയാണ് വാദം. ഓക്കെ. പിന്നെ രാജ്യത്തിന്റെ ഊർജ്ജസുരക്ഷ, പഴയ നിലയങ്ങളിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, പിന്നെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന നഗരങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക ലാഭം നോക്കുമ്പോൾ പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വരുന്ന നഷ്ടം വലുതല്ലേ? നമ്മുടേത് ലോകത്തിൽ തന്നെ ഏറ്റവും മോശം വായുവുള്ള രാജ്യങ്ങളിൽ ഒന്നാണല്ലോ. അതുതന്നെയാണ് മറുവാദം. എതിർക്കുന്നവർ പറയുന്നത് ഈ 78% നിലയങ്ങളെ ഒഴിവാക്കുന്നത് കാരണം SO2 വൻതോതിൽ പുറന്തള്ളപ്പെടും. അത് കൂടുതൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടാക്കും, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ ഒക്കെ കൂടും. ശരിയാണ്. പിന്നെ ഈ ഗ്രാമം നഗരം എന്ന വേർതിരിവിൽ വലിയ കാര്യമില്ല. ഗ്രാമത്തിലെ പുക കാറ്റടിച്ച് നഗരത്തിലെത്തും. അതെ. ഉയരമുള്ള ചിമ്മിനി വെച്ചതുകൊണ്ടൊന്നും ഇത് പരിഹരിക്കപ്പെടില്ല. പിന്നെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കാൻ കൊടുത്ത വാക്കുകളുണ്ടല്ലോ, അതിനൊക്കെ എതിരാണെന്നും വിമർശനമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ ഒരു സന്തുലിതമായ നിലപാട് എന്തായിരിക്കും? മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ഇതിനെ കാണണം? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നോട്ടുപോക്ക് തന്നെയാണ് പരിസ്ഥിതി ഭരണത്തിന്റെ കാര്യത്തിൽ. പൊതുജനാരോഗ്യവും പരിസ്ഥിതിയും അത് സാമ്പത്തിക കണക്കുകൾക്ക് പകരമാകരുത്. ശരിയാണ്. ഒരുപക്ഷേ എല്ലാ നിലയങ്ങളിലും ഘട്ടം ഘട്ടമായിട്ട് FGD നടപ്പാക്കാൻ ഒരു ടൈം ലൈൻ വെക്കുകയും അതിനുവേണ്ട സാമ്പത്തിക സഹായം കൊടുക്കുകയുമൊക്കെ ചെയ്യാമായിരുന്നു. അതോടൊപ്പം ഈ കൽക്കരിയെ ആശ്രയിക്കുന്നത് കുറച്ച് സൗരോർജ്ജം പോലുള്ള ക്ലീൻ എനർജിയിലേക്ക് വേഗത്തിൽ മാറണം. പിന്നെ രാജ്യത്തെ എല്ലായിടത്തും വായുവിന്റെ ഗുണനിലവാരം കൃത്യമായി നിരീക്ഷിക്കാനും സംവിധാനം വേണം. ചുരുക്കി പറഞ്ഞാൽ ഈ ഇളവുകൾ സാമ്പത്തിക താൽപ്പര്യങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമാണ് കാണിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഫലം എന്തായിരിക്കുമെന്ന് വരും വർഷങ്ങളിലേ നമുക്ക് മനസ്സിലാകൂ. അതെ, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നമ്മുടെയൊക്കെ ആരോഗ്യവും പരിസ്ഥിതിയും വെച്ച് നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാകണം? ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു ഞെട്ടിക്കുന്ന കണക്കിൽ നിന്നാണ് കേട്ടോ. 2022 മാത്രം ഇന്ത്യയിൽ ഏകദേശം 13,000-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അയ്യോ. അതെ, ഇത് രാജ്യത്തെ ആകെ ആത്മഹത്യകളുടെ ഏതാണ്ടൊരു 7.6% വരും. വലിയൊരു സംഖ്യയാണല്ലോ അത്. വളരെ വലിയൊരു സംഖ്യ. ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്കാണ്. ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസത്തിലെ ഒരു വലിയ പ്രതിസന്ധി. അതായത് റാഗിങ്ങും പിന്നെ ഈ വർദ്ധിച്ചുവരുന്ന വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും. നമുക്ക് കുറച്ച് പുതിയ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ കോടതിയുടെ ചില നിരീക്ഷണങ്ങളും. അതാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. ശരി. ഇതിന്റെ ഒരു ഗൗരവം, എവിടെയാണ് പ്രശ്നം, എന്താണ് പരിഹാരം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ UPSC പോലുള്ള മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. അപ്പോൾ ഈയടുത്ത് ഡൽഹി ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അതായത് നമ്മുടെ UGC, അവരുടെ റാഗിംഗ് വിരുദ്ധ സംവിധാനം ഒരു പൂർണ്ണ പരാജയമാണെന്ന്. ഓഹോ. അതെ,
കോടതി ചിലപ്പോൾ സ്വമേധയാ ഒരു പൊതുതാൽപര്യ ഹർജി, അതായത് ഒരു സ്യൂമോട്ടോ PIL തുടങ്ങാനും സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചു. ഇത് വളരെ സീരിയസ് ആയ ഒരു നിരീക്ഷണമാണല്ലേ? അതെ അതെ. ഈ UGC എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നോക്കുന്ന പാർലമെന്റ് നിയമം വഴി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണത്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ശരി. അവരുടെ 2009 ചില ചട്ടങ്ങളുണ്ട്. അതാണ് ശരിക്കും റാഗിംഗ് തടയാനുള്ള പ്രധാന നിയമം. പക്ഷേ ഇപ്പോൾ കോടതികൾ തന്നെ പറയാണ് ഈ നിയമങ്ങളൊക്കെ പലപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുന്നു എന്ന്. അത് സുപ്രീം കോടതി മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഇതേ ആശങ്ക സുപ്രീം കോടതിയും മുൻപ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ സുവോമോട്ടോ PIL എന്ന് പറഞ്ഞാൽ ആരും പരാതി കൊടുത്തില്ലെങ്കിലും കോടതിക്ക് വിഷയത്തിൽ സ്വയം ഇടപെടാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഗൗരവം. അതേ, കറക്റ്റ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കണക്കുകൾ, അത് NCRBയുടേതാണ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, സർക്കാർ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുക്കുന്ന ഏജൻസി. അതെ. ഈ വിഷയങ്ങളൊക്കെ UPSC പ്രിലിംസിന് വരാൻ സാധ്യതയുണ്ട്. സാമൂഹിക വിഷയങ്ങൾ, പിന്നെ ഈ ഭരണ സംവിധാനങ്ങൾ, UGC, NCRB പോലുള്ളവ, നിയമപരമായ കാര്യങ്ങൾ, PIL ഒക്കെ. ശരിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ വന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMCയിൽ നിന്നാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. അതെ, മെഡിക്കൽ വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന ദേശീയ കമ്മീഷൻ. അവരുടെ 2024 സർവേ പറയുന്നത് ഏകദേശം 31% PG മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യാ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. 31%? അതെ. അതുപോലെ 27% കൂടുതൽ പേർ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് എന്നാണ്. സ്ഥിതി എത്ര മോശമാണെന്ന് ആലോചിച്ചു നോക്കൂ. പോരാത്തതിന് UGCയുടെ ഹെൽപ്പ് ലൈനിൽ കഴിഞ്ഞ വർഷം വന്നത് 1084 പരാതികളാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണത്. അപ്പോ പരാതികള് കൂടുന്നുണ്ട്. അപ്പോ ഇത് വെറുമൊരു സാമൂഹിക പ്രശ്നം എന്നതിലുപരി നമ്മള് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുവാണെങ്കിൽ ഇതൊരു പല തലങ്ങളുള്ള ഒരു വെല്ലുവിളിയാണ്. സാമൂഹികം, നിയമപരം, പിന്നെ ഭരണപരം. നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്ന യുവതലമുറയുടെ മാനസിക ആരോഗ്യത്തെയും ജീവനെ വരെ ഇത് ബാധിക്കുന്നു. ശരിയാണ്. അപ്പോൾ GS പേപ്പർ 2 വരുന്ന ആരോഗ്യം, വിദ്യാഭ്യാസം, ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം, പിന്നെ ഈ സ്ഥാപനങ്ങളുടെ UGC പോലുള്ളവയുടെ കാര്യക്ഷമതയില്ലായ്മ, നിയമം നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഭരണപരമായ വിഷയങ്ങൾ. അതുപോലെ GS പേപ്പർ 1 ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒരു തരം അധികാരശ്രേണി വെച്ചുള്ള പീഡനം, അതിനെ സാധാരണവൽക്കരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രശ്നം കാണാം. പിന്നെ ധാർമ്മികതയുടെ വശങ്ങൾ GS പേപ്പർ 4 വരും. പൊതുസ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം, അനുകമ്പയൊക്കെ. പക്ഷേ ഇത് നേരിടാൻ സംവിധാനങ്ങളില്ലാന്നല്ലോ. ഈ 2009 UGC നിയമം, പിന്നെ കോളേജുകളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റികൾ, ഹെൽപ്പ് ലൈൻ, കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും കയ്യിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങുന്നത്, ഇതൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അതല്ലേ പ്രശ്നം. സംവിധാനങ്ങൾ കടലാസിലുണ്ട്. പക്ഷെ കോടതി പറഞ്ഞ പോലെ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു താൽപ്പര്യമില്ലായ്മ, അല്ലെങ്കിൽ പേരിനൊരു നടപടി, പലപ്പോഴും ഇതൊക്കെ മൂടിവെക്കാനാണ് ശ്രമം നടക്കുന്നത്. അതാണ് പ്രധാന വെല്ലുവിളി. അതെ. റാഗിംഗ് കാരണമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ പലരും അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. പിന്നെ ഈ പ്രശ്നത്തിന്റെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ UGC ഇതിനായി നീക്കിവെക്കുന്ന ഫണ്ടും തുച്ഛമാണെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇതിനൊരു ശരിയായ പരിഹാരം എന്തായിരിക്കും? നിയമം ഇങ്ങനെ കർശനമാക്കിയാൽ മാത്രം മതിയോ? പോരാ. നിയമങ്ങൾ കർശനമായി നടപ്പാക്കണം, അത് ഉറപ്പാണ്. പക്ഷേ അതോടൊപ്പം ഒരു ബഹുമുഖ സമീപനം തന്നെ വേണം. ഒന്ന്, റാഗിങ്ങിനോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. 0 ടോളറൻസ്. കുറ്റം ചെയ്യുന്നവർക്കെതിരെ മാത്രമല്ല, നടപടിയെടുക്കാൻ മടിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി വേണം. ശരി. പിന്നെ എല്ലാ കോളേജുകളിലും കുട്ടികൾക്ക് പേടിയില്ലാതെ രഹസ്യമായി സമീപിക്കാൻ പറ്റുന്ന കൗൺസിലിംഗ് സൗകര്യങ്ങൾ നിർബന്ധമാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. സുപ്രീം കോടതി പറഞ്ഞ ആ ദേശീയ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകൾ നടപ്പാക്കണം. ക്യാമ്പസുകളിൽ കുറച്ചുകൂടി പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം അത് വളർത്തണം. ചിലപ്പോൾ സീനിയർ കുട്ടികളെ ഉൾപ്പെടുത്തി മെന്റർഷിപ്പ് പ്രോഗ്രാമൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ കോടതികളുടെ ഇടപെടൽ തുടരണം. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, റാഗിംഗ് എന്നത് ഒരു നിരുപദ്രവകരമായ തമാശയോ പാരമ്പര്യമോ അല്ല. അതൊരു ക്രിമിനൽ കുറ്റമാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും സമൂഹം, രക്ഷകർത്താക്കൾ എല്ലാവരും തിരിച്ചറിയണം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ
ഇത് വെറും നിയമത്തിന്റെയോ ചട്ടത്തിന്റെയോ മാത്രം കാര്യമല്ല. അതെങ്ങനെ നടപ്പാക്കുന്നു, വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം, നമ്മുടെ ക്യാമ്പസുകളിലെ ഒരു രീതി, സമൂഹത്തിന്റെ മനോഭാവം, ഇതിലെല്ലാം മാറ്റം വരണം. തീർച്ചയായും. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിയമങ്ങൾ കർശനമാക്കിയാൽ മാത്രം ഈ പ്രശ്നം തീരുമോ? അതോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികാരഘടനകളെയും സമൂഹത്തിൽ ഇതിനോടുള്ള ഒരു കാഴ്ചപ്പാടിനെയും കൂടി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾക്ക് പ്രൊജക്ട് ചീറ്റയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. ഇതിന്റെ ഏറ്റവും പുതിയ ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ചില അടിസ്ഥാന കാര്യങ്ങളും അല്ലേ? നമുക്കതൊക്കെയൊന്ന് നോക്കാം. UPSC പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് എന്തായാലും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഭാഗത്ത്. പ്രൊജക്ട് ചീറ്റ പുരോഗതിയും വെല്ലുവിളികളും എന്ന ലേഖനത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് ഓടിച്ചു നോക്കാം. ശരി, അപ്പൊ തുടങ്ങാം. ഈ അടുത്തൊരു വിഷമമുള്ള വാർത്ത കേട്ടാണല്ലോ തുടങ്ങേണ്ടത്. നമീബിയയെ മുന്ന് കുനോ നാഷണൽ പാർക്കിൽ കൊണ്ടുവന്ന നാഭ, ആ പെൺചീറ്റ ചത്തുപോയി. ഒരു പ്രത്യേക വളപ്പിനുള്ളിൽ വെച്ച് എന്തോ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ പറ്റിയ പരിക്കാണെന്ന് പറയുന്നു. അതെ, അത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നാഭയുടെ മരണത്തോടെ കുനോയിൽ ഇപ്പോൾ ആകെ 26 ചീറ്റകളാണുള്ളത്. ഇതിൽ 9 എണ്ണം നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നവരാണ്. ബാക്കി 17 എണ്ണം ഇവിടെ ഇന്ത്യയിൽ ജനിച്ച കുഞ്ഞുങ്ങളും. ഓഹോ. ഓരോ മരണവും തീർച്ചയായും തിരിച്ചടിയാണ്. പക്ഷെ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അത് നമ്മൾ കാണണം. ഇപ്പൊ നിലവിൽ 16 ചീറ്റകൾ കുനോയിലെ ആ വലിയ കാട്ടിൽ, ആ വനത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്. ആഹാ, 16 എണ്ണമോ? അതെ, അവ തനിയെ ഇര പിടിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു പോസിറ്റീവ് സൈനാണ്. അത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്നാലും ഈ സ്വതന്ത്രമായി വിടുന്ന 16 എണ്ണത്തിന്റെ കാര്യത്തില് വെല്ലുവിളികൾ ഇനിയുമില്ലേ? തീർച്ചയായും 16 എണ്ണം തനിയെ ഇര തേടുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അവ പൊരുത്തപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. പക്ഷെ ശരിക്കുള്ള പരീക്ഷണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മനുഷ്യരുമായി ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം, പിന്നെ രോഗങ്ങൾ, ശരിയാണ്, ഇര കിട്ടുന്നതിലെ വ്യത്യാസങ്ങൾ, കാലാവസ്ഥ, ഇതൊക്കെ അവയുടെ ദീർഘകാല നിലനിൽപ്പിനെ ബാധിക്കാം. അതുകൊണ്ട് നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി. ഇതിനിടയിൽ മറ്റൊരു പ്രധാന കാര്യം നടന്നല്ലോ. 2 ആൺചീറ്റകളെ, പ്രഭാസ്, പവൻ എന്നിവരെ കുനോയിൽ നിന്നും മാറ്റി മധ്യപ്രദേശിലെ തന്നെ ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലേക്ക്. അപ്പൊ അതാണ് രണ്ടാമത്തെ വീട് അല്ലേ? അതെ, അതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. കാരണം എല്ലാ ചീറ്റകളെയും ഒരേ സ്ഥലത്ത് നിർത്തിയാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ശരിയാണ്, അതെല്ലാത്തിനെയും ബാധിക്കാം. അപ്പോ ഈ മെറ്റാപോപ്പുലേഷൻ എന്നൊരു ആശയം കൊണ്ടുവരുന്നത് അതിനാണ്. അതായത് പല സ്ഥലങ്ങളിലായി ചെറിയ ഗ്രൂപ്പുകൾ, എന്നാൽ പരസ്പരം ബന്ധമുള്ളവ. ഓക്കെ. അപ്പോ ഗാന്ധിസാഗർ രണ്ടാമത്തെ കേന്ദ്രമാവുന്നു. ഇത് ജനിതക വൈവിധ്യം നിലനിർത്താനും റിസ്ക് കുറയ്ക്കാനും നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ ചീറ്റകൾക്കും ഈ ചെള്ളു പോലെയുള്ള ബാഹ്യപരാധങ്ങളെ തുരത്താനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കിതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം. പ്രിലിംസിന് വേണ്ട ചില പോയിന്റ്സ്. എന്നാണ് ശരിക്കും ഈ പ്രോജക്ട് ചീറ്റ? പ്രോജക്ട് ചീറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് 1952 വംശനാശം വന്നുവെന്ന് നമ്മൾ പ്രഖ്യാപിച്ചതാണ് ചീറ്റകളെ. അവയെ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പദ്ധതിയാണിത്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വലിയ മാംസഭോജിയെ ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. നമീബിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നതല്ലേ? അതെ. നമ്മൾ പറഞ്ഞു കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ ഷിയോപൂർ ജില്ലയില്. അവിടുത്തെ പുൽമേടുകളും കുനോ നദിയുമൊക്കെ ചീറ്റകൾക്ക് നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടാണ് അത് തെരഞ്ഞെടുത്തത്. ശരിയാണ്. അതുപോലെ ഇപ്പോൾ ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം, അതും മധ്യപ്രദേശിൽ തന്നെ മൻസൂർ, നീമച്ച് ജില്ലകളുടെ അതിർത്തിയിൽ ചമ്പൽ നദിയുടെ അടുത്താണ്. അതും അനുയോജ്യമായ സ്ഥലമാണ്. പിന്നെ ആ വാക്ക് ബോമ, അതെന്താണ്? ബോമ. അത് ഈ മൃഗങ്ങളെ പുതിയ സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തുറന്നുവിടില്ല. അവയെ കുറച്ചു കാലം നിരീക്ഷിക്കാനും പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുത്താനും വേണ്ടി ഒരു വേലികെട്ടി തിരിച്ച ഒരു സുരക്ഷിത സ്ഥലത്ത് പാർപ്പിക്കും. അതാണ് ബോമ. ഓക്കെ, മനസ്സിലായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന വ്യത്യാസം കൂടിയുണ്ടല്ലോ, IUCN സ്റ്റാറ്റസിന്റെ കാര്യം. ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആഫ്രിക്കൻ ചീറ്റകളെയാണ്. അവ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളവ, അതായത് വൾണറബിൾ കാറ്റഗറിയിലാണ്. ഓഹോ. എന്നാൽ പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്
ഏഷ്യാറ്റിക് ചീറ്റയാണ്. അതിപ്പോ ഇറാനിൽ മാത്രമേ ഉള്ളൂ. അത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്നവയാണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. അപ്പോൾ രണ്ടും രണ്ടാണ്. അതെ, ഈ വ്യത്യാസം പ്രധാനമാണ്. കാരണം ഏത് സംരക്ഷണത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നതിനെക്കുറിച്ച് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തേക്ക് പോകുന്നില്ല, പക്ഷേ ഈ വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇന്ന് നാഭയുടെ മരണം പോലുള്ള വിഷമങ്ങളും അതേസമയം 16 ചീറ്റകൾ കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന പോലെയുള്ള നല്ല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഗാന്ധിസാഗറിന്റെ പ്രാധാന്യം, മെറ്റാ പോപ്പുലേഷൻ, പിന്നെ പ്രോജക്റ്റിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കുനോ, ഗാന്ധിസാഗർ, ബോമ, IUCN സ്റ്റാറ്റസ് വ്യത്യാസമൊക്കെ നോക്കി. UPSC പരിസ്ഥിതി ഭാഗത്ത് ഇതൊക്കെ ഓർത്തുവെക്കണം. അതെ, ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഇതുപോലുള്ള വലിയ പുനരധിവാസ പദ്ധതികൾ ശരിക്കും എത്ര സങ്കീർണമാണ്. ചീറ്റകളുടെ മരണനിരക്ക്, അവയുടെ അതിജീവനം, മനുഷ്യരുമായുള്ള ബന്ധം, കാലാവസ്ഥാ മാറ്റം, ജനിതക ആരോഗ്യം, ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു പദ്ധതി വിജയിച്ചു എന്ന് എപ്പോഴാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുക? എന്തൊക്കെയാണ് അതിന്റെ അളവുകോലുകൾ? അതൊരു നല്ല ചോദ്യമാണ്, ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്ന്. ശരി, അപ്പോൾ നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മുടെയൊക്കെ കോശങ്ങൾക്കുള്ളില് ഓരോ നിമിഷവും നടക്കുന്ന ചില അറ്റകുറ്റപ്പണികൾ ഉണ്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? പ്രത്യേകിച്ച് നമ്മുടെ ജനിതകരേഖയായ DNA, അതിന് വല്ല കേടുപാടും പറ്റിയാൽ എന്താവും? നിങ്ങൾ ഈയിടെ പങ്കുവച്ചൊരു ഗവേഷണ റിപ്പോർട്ടുണ്ടല്ലോ. കോശങ്ങൾ ഈ DNA കേടുപാടുകൾ പരിഹരിക്കുന്നത് എങ്ങനെ കൃത്യമായി നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ച്. അതെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കിന്ന് കുറച്ചുകൂടി ആഴത്തിലൊന്ന് സംസാരിച്ചാലോ? തീർച്ചയായും, വളരെ രസകരമായ ഒരു വിഷയമാണത്. പിന്നെ നിങ്ങൾക്കറിയാവല്ലോ, ഈ വിഷയം UPSC പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് ബയോടെക്നോളജി, ജനിതകശാസ്ത്രം, പിന്നെ ആരോഗ്യം, ഈ വിഷയങ്ങളിലൊക്കെ ഇത് വരാം. അതെ അതെ, കാരണം ഈ കോശങ്ങൾ DNA കേടുപാടുകൾ തീർക്കുന്നത് എന്താ പറയാ, വെറുതെ ഒരു അലക്ഷ്യമായി ചെയ്യുന്ന പണിയല്ല. ഓഹോ. വളരെ കൃത്യമായ, ശരിക്കും അതിശയകരമായൊരു നിയന്ത്രണ സംവിധാനം ഇതിന് പിന്നിലുണ്ട്. അപ്പോ എന്താണ് ഈ പുതിയ കണ്ടെത്തലിന്റെ ഒരു കാതൽ? എങ്ങനെയാണ് ഈ നിയന്ത്രണം നടക്കുന്നത്? പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കോശങ്ങളിലെ DNA, അതായത് നമ്മുടെ ജനിതക വിവരങ്ങൾ മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്ന ആ തന്മാത്ര, DNA, അതിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ ആ കേടുപാടുകൾ തീർക്കാൻ ചില പ്രോട്ടീനുകൾ വേണം. ആ പ്രോട്ടീനുകളുടെ ഉൽപ്പാദനം കോശങ്ങൾ താൽക്കാലികമായി ഒന്ന് നിയന്ത്രിക്കും, ഒരു ഹോൾഡ് കൊടുക്കും. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അല്ല, എല്ലാം കൂടി ഉണ്ടാക്കാതെ ഒരു ചിട്ടയായ രീതിയിൽ. അതിനായി കോശങ്ങൾ ഒരു സൂത്രം പ്രയോഗിക്കും. സൂത്രമോ? അതെന്താണ്? അറ്റകുറ്റപ്പണിക്ക് വേണ്ട ചില പ്രത്യേക മെസ്സഞ്ചർ RNA തന്മാത്രകളുണ്ട്. mRNA എന്ന് പറയും. mRNA, പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുപോകുന്നവർ. അതെ, ഈ mRNAകളെ വായിച്ചെടുത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ വേഗത കോശങ്ങൾ താൽക്കാലികമായി അങ്ങ് കുറയ്ക്കും. ഓക്കെ, ഇവിടെയാണ് സംഗതി രസകരമാവുന്നത്. ഈ വേഗത കുറയ്ക്കുന്നതെങ്ങനെയാണ്? ഈ mRNA നിർദ്ദേശങ്ങളപ്പോ എവിടെ പോകും? അതിനാണ് ചില ഗാർഡിയൻ പ്രോട്ടീനുകളുള്ളത്. കാവൽക്കാരെന്ന് പറയാം. ഗാർഡിയൻ പ്രോട്ടീനുകളോ? അതെ. ഉദാഹരണത്തിന് നമ്മൾ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഇല്ലേ, അതിൽ SCD6 എന്നൊരു പ്രോട്ടീൻ. മനുഷ്യകോശങ്ങളിലാണെങ്കിൽ LSM14A എന്ന പ്രോട്ടീൻ. ഓക്കെ. DNAക്ക് കേടുപാട് പറ്റുമ്പോൾ ഈ ഗാർഡിയൻ പ്രോട്ടീനുകൾ വന്നിട്ട് അറ്റകുറ്റപ്പണിക്ക് ആവശ്യമുള്ള mRNAകളെ കോശത്തിനുള്ളിലെ RNA ഗ്രാനൂളുകൾ എന്ന് പറയുന്ന ചില പ്രത്യേക അറകളുണ്ട്, അവിടെ കൊണ്ടുപോയി താൽക്കാലികമായി പിടിച്ചുവെക്കും. RNA ഗ്രാനൂളുകൾ. അപ്പോൾ ഒരു സ്റ്റോർ റൂം പോലെ അല്ലേ? ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റിവെക്കുന്നു. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരു കരുതൽ ശേഖരം, കാര്യക്ഷമമായൊരു സ്റ്റോറേജ്. എന്തിനാണ് കോശങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇതൊരു ബുദ്ധിപരമായ നീക്കമാണ് ശരിക്കും. ഒന്നാമതായി, ഊർജം ലാഭിക്കാം. ആവശ്യമില്ലാത്തപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കി ഊർജം കളയണ്ടല്ലോ. ശരിയാണ്. രണ്ടാമതായി, അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ പ്രോട്ടീനുകൾ ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടായാൽ അതും കോശത്തിന് പ്രശ്നമാണ്. ഓഹോ. അപ്പോ ആ ഒരു അധിക ഉൽപ്പാദനം തടയാൻ ഇത് സഹായിക്കും. അതായത് ഒരു ജീനിലെ വിവരം ഉപയോഗിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ എക്സ്പ്രഷൻ എന്ന പ്രക്രിയയെ ഇവിടെ കൃത്യമായി നിയന്ത്രിക്കുകയാണ്. മനസ്സിലായി.
കേടുപാടുകൾ പരിഹരിച്ച ശേഷമോ കേടുപാടുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ ഗ്രാന്യൂളുകളിൽ നിന്ന് mRNA-കളെ പുറത്തുവിടും. അപ്പോ പ്രോട്ടീൻ നിർമ്മാണം വീണ്ടും സാധാരണ പോലെ നടക്കും. കൊള്ളാം. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ IISc-യിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഇതിന്റെ ഒരു പ്രായോഗിക സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ അറിവ് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടാം? ഇതിന് വലിയ സാധ്യതകളുണ്ട് ശരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്യാൻസർ ചികിത്സയായ കീമോതെറാപ്പി. കീമോതെറാപ്പി. പല കീമോ മരുന്നുകളും ക്യാൻസർ കോശങ്ങളിലെ DNA-ക്ക് കേടുപാടുകൾ ഉണ്ടാക്കിയാണ് അവയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അനിയന്ത്രിതമായ കോശവളർച്ചയാണല്ലോ ക്യാൻസർ. അതെ. അപ്പോ ഈ അറ്റകുറ്റപ്പണി നിയന്ത്രിക്കുന്ന സംവിധാനമുണ്ടല്ലോ, ഈ mRNA പിടിച്ചുവെക്കുന്ന പരിപാടി, അതിനെ നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്യാൻസർ കോശങ്ങൾക്ക് DNA കേടുപാടുകൾ അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാതെ വരും. ഓഹോ, അപ്പൊ കീമോതെറാപ്പിയുടെ ഫലം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ക്യാൻസർ കോശങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ നശിപ്പിക്കാൻ ഇത് സഹായിച്ചേക്കാം. അതൊരു വലിയ സാധ്യതയാണ്. ശരിയാണ്. വേറെ സാധ്യതകളുണ്ടോ? അതുപോലെ ന്യൂറോ ഡീജനറേഷൻ, അതായത് അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ, നാഡീകോശങ്ങൾ നശിച്ചുപോകുന്ന അവസ്ഥകൾ. അതെ, ആ അവസ്ഥകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒരു പക്ഷേ ഈ കണ്ടെത്തൽ സഹായിക്കും. കാരണം ഈ രോഗങ്ങളിലും കോശങ്ങൾക്കുള്ളിലെ ഇത്തരം നിയന്ത്രണ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു സാധ്യതയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു കോശത്തിനുള്ളിലെ DNA അറ്റകുറ്റപ്പണി എന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഓട്ടപ്പാച്ചിലല്ല. അല്ല. മറിച്ച് വളരെ ആസൂത്രിതവും സൂക്ഷ്മവും കാര്യക്ഷമവുമായ ഒരു നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു ചെറിയ കോശത്തിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ ഇത്ര കൃത്യതയോടെ എങ്ങനെ നടക്കുന്നു എന്നത് ഇപ്പോഴും അത്ഭുതം തന്നെയാണ്. ശരിയാണ്. ഈ നിയന്ത്രണത്തിൽ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ അത് പല രോഗങ്ങൾക്കും കാരണമായേക്കാം എന്നത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ളൊരു മേഖലയാണ്. നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു നോക്കണം. അതെ. ഒരു കോശത്തിന്റെ നിലനിൽപ്പിന് ഈ നിയന്ത്രണം എത്ര പ്രധാനമാണെന്നോർക്കുമ്പോൾ അത്ഭുതം തന്നെ. എന്തായാലും ഈ വിഷയത്തിലെ വിവരങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. ശരി. നമസ്കാരം. ഇന്ന് നമ്മൾ US-ഉം ബ്രിക്സ് കൂട്ടായ്മയും തമ്മിലിപ്പം നിലനിൽക്കുന്ന ചില സംഘർഷങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഒരു ലേഖനം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനടിസ്ഥാനമാക്കി എന്താണ് ഈ വിഷയത്തിലെ പ്രധാന കാര്യങ്ങൾ, ഇന്ത്യയുടെ ഒരു നിലപാടിതിൽ എന്താണ്, പിന്നെ പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെ പ്രധാനമാവുന്നു എന്നൊക്കെ നമുക്ക് കുറച്ച് ആഴത്തിൽ നോക്കാം. തീർച്ചയായും UPSCക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ശരിക്കു പറഞ്ഞാൽ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ഈ ബ്രിക്സ് പോലുള്ള അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ, പിന്നെ വിദേശ വ്യാപാരം, താരിഫുകൾ, പിന്നെ ഈയിടെയായിട്ട് നമ്മൾ കേൾക്കുന്ന ഡോളറൈസേഷൻ, അതായത് ഡോളറിനെ അല്ലാതെ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾ, അതുപോലെ അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ, ഇതിലൊക്കെ ഇത് വരും. ഇനി മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2-ല് ഇല്ലേ, ഇന്ത്യ ഉൾപ്പെടുന്ന പ്രാദേശിക ആഗോള കൂട്ടായ്മകൾ ഉണ്ട്. അതുപോലെ ഈ വികസിത രാജ്യങ്ങളുടെ നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നതൊക്കെ. പിന്നെ GS പേപ്പർ 3-ല് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ, വിദേശ വ്യാപാരം, ഇതിലൊക്കെ നേരിട്ട് ബന്ധമുണ്ട്. അപ്പോ ഈ ലേഖനത്തിലെ പ്രധാന കാര്യമെന്താണ്? മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഒരു 10% ഇറക്കുമതി തീരുവ, അതായത് താരിഫ്, ചുമത്തുമെന്നൊരു ഭീഷണി മുഴക്കിയതാണോ? അതെ, അതാണ് പ്രധാന വാർത്ത. അദ്ദേഹം ബ്രിക്സിനെ ഒരു തരം അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മയായിട്ടും ഡോളറിന്റെ ആ ഒരു മേധാവിത്വത്തിന് ഒരു ഭീഷണിയായിട്ടുമാണ് കാണുന്നത് എന്ന രീതിയിലാണ് സംസാരം. എന്തുകൊണ്ടാണ് അങ്ങനൊരു ചിന്ത വരുന്നത്? അതിനു പിന്നിലെ പ്രധാന കാരണം ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ അവരുടെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ വേണ്ടി ഒരു ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പ്രത്യേകിച്ചും റഷ്യക്കെതിരെ ഉപരോധം വന്നപ്പോൾ ഈ വ്യാപാരമൊക്കെ പ്രശ്നത്തിലായില്ലേ? അപ്പോൾ അങ്ങനെയൊരു നീക്കം വേഗത്തിലാക്കാനൊരു കാരണം അതാണ്. പിന്നെ റിയോ ഡി ജനീറോയിലെ ബ്രിക്സ് ഉച്ചകോടി നടന്ന സമയത്താണ് ഈ ഭീഷണിയും വന്നത്. അതും ശ്രദ്ധിക്കണം. പക്ഷേ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ബ്രിക്സ് ഒരു അമേരിക്കൻ വിരുദ്ധ ചേരിയല്ല എന്നും ഡോളറിന് പകരം വേറൊരു കറൻസി കൊണ്ടുവരണമെന്നൊരു നയം ഇപ്പോൾ ഇന്ത്യക്കില്ല എന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലേ? ശരിയാണ്, ഇന്ത്യ അത് വ്യക്തമാക്കിയിട്ടുണ്ട്.
നമുക്ക് ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ പെട്ടെന്നൊന്ന് നോക്കാം. ഒന്ന് ബ്രിക്സ്. അതിപ്പോ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക മാത്രമല്ല. വികസിപ്പിച്ചു അല്ലേ? അതെ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE ഒക്കെ അതിൽ വന്നു. പിന്നെ ടാരിഫ്, അത് നമ്മൾ പറഞ്ഞു, ഇറക്കുമതിക്കുമേലുള്ള നികുതി. പിന്നെ ഡീഡോളറൈസേഷൻ, അതായത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുക. അല്ലാതെ ഡോളറിനെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നല്ല പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറാൻ സ്വന്തം കറൻസികൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. എപ്പോഴും ഡോളർ വഴി പോകണ്ട. ശരി. പിന്നെ യൂണിലാറ്ററൽ മെഷേഴ്സ്. അതെന്താന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളോടൊന്നും ചോദിക്കാതെ ഒരു രാജ്യം ഒറ്റയ്ക്കെടുക്കുന്ന നടപടികൾ. ട്രംപിന്റെ ആ താരിഫ് ഭീഷണി ഒരു ഉദാഹരണമാണ്. അപ്പോ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ഒരു വശത്ത് ബ്രിക്സിലെ തുടക്കം മുതലേയുണ്ട്, മറുവശത്ത് US-ഉമായിട്ടുള്ള ബന്ധം അതും ശക്തിപ്പെടുത്താൻ നോക്കുന്നു. ഇതൊരു എന്താ പറയാ, നയതന്ത്രപരമായ ഒരു വെല്ലുവിളി തന്നെയല്ലേ? തീർച്ചയായും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ ആ സ്ട്രാറ്റജിക് ഓട്ടോണമി, അതായത് സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്, അതിവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. ശരിയാണ്. കാരണം ഒരു ഭാഗത്ത് ബ്രിക്സ് സ്ഥാപക അംഗം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം, മറുവശത്ത് US-ഉമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതിൽ ഇന്ത്യക്ക് എന്തെങ്കിലും അവസരങ്ങളുണ്ടോ, അതോ മുഴുവൻ വെല്ലുവിളിയാണോ? അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഈ ബ്രിക്സ് പേയ്മെന്റ് സംവിധാനം പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ദീർഘകാലയളവിൽ നമ്മുടെ രൂപയെ ശക്തിപ്പെടുത്താനും വ്യാപാരം ചെയ്യുമ്പോഴുള്ള ചെലവുകൾ കുറയ്ക്കാനും സഹായിച്ചേക്കാം. അതുപോലെ ഈ പാശ്ചാത്യ രാജ്യങ്ങളും ബ്രിക്സിലെ മറ്റംഗങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ ഇന്ത്യക്കൊരു മധ്യസ്ഥന്റെ റോള് വഹിക്കാൻ കഴിഞ്ഞേക്കാം. നമ്മുടെ വ്യാപാര പങ്കാളിത്തം അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഒരു അവസരമാവാം. എന്നാൽ വെല്ലുവിളികൾ അത് തീരെ ചെറുതല്ലല്ലോ. അല്ല, വെല്ലുവിളികൾ വലുതാണ്. US ടാരിഫ് ഏർപ്പെടുത്തിയാൽ അത് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കാം. ചിലപ്പോൾ ടെക്സ്റ്റൈൽസ്, ഫാർമ പോലുള്ള മേഖലകളെ കാര്യമായി ബാധിച്ചേക്കാം. പിന്നെ US-നെയും അതേസമയം ബ്രിക്സിലെ മറ്റംഗങ്ങളെയും, പ്രത്യേകിച്ച് റഷ്യ, ചൈന പോലുള്ളവരെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്. ഈ US സമ്മർദ്ദം കാരണം ചിലപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പോ ഇന്ത്യ ഇനി മുന്നോട്ട് എങ്ങനെ പോകണമെന്നാണ് കരുതുന്നത്? എന്തായിരിക്കണം വഴി? എനിക്ക് തോന്നുന്നത്, ഒന്നാമതായി ഇന്ത്യയുടെ ബ്രിക്സ് പങ്കാളിത്വം അമേരിക്കൻ വിരുദ്ധമല്ല എന്ന് US-നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നയതന്ത്ര തലത്തിൽ അത് വ്യക്തമാക്കണം. ഓക്കെ. പിന്നെ ബ്രിക്സ് പേയ്മെന്റ് സംവിധാനം പോലുള്ള കാര്യങ്ങൾ അത് ഡോളറിനൊരു പകരക്കാരനല്ല, മറിച്ച് വ്യാപാരം എളുപ്പമാക്കാനും ഓപ്ഷനുകൾ കൂട്ടാനുള്ള ശ്രമമാണെന്നും പറയണം. ശരി. അതേസമയം ബ്രിക്സ് എന്ന ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള അജണ്ട ഒരു തീവ്രമായ ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് പോകാതെ നോക്കാനും ഇന്ത്യ ശ്രമിക്കണം. പിന്നെ എപ്പോഴും പ്രധാനം നമ്മുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുക എന്നതാണ്. അത് അടിസ്ഥാനമാണല്ലോ. അതെ. അവസാനം ഇന്ത്യയുടെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയം പിന്തുടർന്ന് എല്ലാ പ്രധാന ശക്തികളുമായും ആവശ്യാനുസരണം സഹകരിച്ചു പോകുക, അതാണ് പ്രായോഗികം. വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ US ബ്രിക്സ് സംഘർഷത്തിന്റെ പല വശങ്ങളും അതിൽ ഇന്ത്യയുടെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ശ്രമവും നമ്മൾ ചർച്ച ചെയ്തു. എന്തായാലും ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമി എത്രത്തോളം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നത് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അതെ, തീർച്ചയായും. ശരി. അപ്പോ ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാന വിഷയത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഇന്ത്യയിലെ അസമത്വം ഉപഭോഗമോ വരുമാനമോ എന്നൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ UPSC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്ത്യൻ ഇക്കോണമി, സാമൂഹിക പ്രശ്നങ്ങൾ ഇതിലൊക്കെ വരും. എന്തായാലും എന്താണ് ഈ വ്യത്യസ്ത വാദങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിത്ര പ്രധാനം എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. ഇതിലെ പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അസമത്വം എങ്ങനെ അളക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ കണ്ടെത്തലുകൾ. അതായത് ഉപഭോഗം വെച്ച് നോക്കുമ്പോൾ ഒരു കണക്ക് കിട്ടും, പക്ഷേ വരുമാനം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് വേറെയായിരിക്കും. ഈ വ്യത്യാസമാണ് ഈ ചർച്ചയുടെ ഒരു കാതൽ. അതെ. അപ്പോ നമുക്ക് ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ നിന്ന് തുടങ്ങാമല്ലേ?
അവര് പറയുന്നത് ഇന്ത്യയിൽ ഉപഭോഗം അടിസ്ഥാനമാക്കിയുള്ള അസമത്വം കുറഞ്ഞു എന്നാണ്. അവരുടെ കണക്കനുസരിച്ച് ഗിനി ഗുണാങ്കം, അതായത് അസമത്വം അളക്കാനുള്ള സൂചിക, അത് 2011-12 ഒരു 0.288 ആയിരുന്നു. ഇപ്പോ 2022-23 അത് 0.255 ആയി കുറഞ്ഞു. ഒറ്റനോട്ടത്തിൽ ഇത് നല്ല കാര്യം പോലെ തോന്നും, അല്ലേ? ശരിയാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ ഇതിലൊരു പക്ഷയുണ്ട്. വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഉപഭോഗത്തെ മാത്രമാണ് കണക്കിലെടുക്കുന്നതെന്നാണ്. സാധാരണയായി വരുമാനം കുറഞ്ഞവർ അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നിത്യോപയോഗ സാധനങ്ങൾക്കായിട്ട് ചെലവാക്കും. അപ്പോൾ സ്വാഭാവികമായും ഉപഭോഗത്തിലെ അന്തരം വരുമാനത്തിലെ അന്തരത്തേക്കാൾ കുറവായിരിക്കും. ഇത് വരുമാനത്തിലോ അല്ലെങ്കിൽ തലമുറകളായി കൈമാറി വരുന്ന സമ്പത്തിലോ ഉള്ള യഥാർത്ഥ അസമത്വത്തെ ഒരുപക്ഷെ മറച്ചുവെച്ചേക്കാം. ഓഹോ, അപ്പോ ആ കണക്കിന് പരിമിതികളുണ്ട്. സ്ഥാനമാക്കിയാണ്. പക്ഷേ 2011-12 സർവേയും 2022-23 സർവേയും തമ്മിൽ അതിന്റെ രീതിശാസ്ത്രത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇവ തമ്മിൽ നേരിട്ട് താരതമ്യം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഉയർന്ന വരുമാനം നേടുന്നവരെ കൃത്യമായി ഈ സർവേകളിൽ ഉൾപ്പെടുത്താനും ചില പരിമിതികളുണ്ട്. ശരി. അപ്പോ ഉപഭോഗ കണക്ക് മാത്രം നോക്കി ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ പറ്റില്ല. ഇതിന് നേരെ വിപരീതമായൊരു ചിത്രമല്ലേ വേൾഡ് ഇനീക്വാളിറ്റി ഡേറ്റാബേസ്, അതായത് WID നൽകുന്നത്? അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണെന്ന് തോന്നുന്നു. അതെ, വളരെ ശരിയാണ്. WID പ്രധാനമായും നോക്കുന്നത് വരുമാനവും സമ്പത്തുമാണ്. അതാണ് വ്യത്യാസം. അവരുടെ കണക്കനുസരിച്ച് 2022-23 ഇന്ത്യയിലെ വരുമാന അസമത്വത്തിന്റെ ഗിനി ഗുണാങ്കം 0.61 ആണ്. 0.61. അത് ലോകബാങ്ക് പറഞ്ഞ ഉപഭോഗത്തിന്റെ 0.255 വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണല്ലോ. വളരെ കൂടുതൽ. ഇനി സമ്പത്തിന്റെ കാര്യം നോക്കിയാൽ അത് ഇതിലും കൂടുതലാണ്. ഗിനി ഗുണാങ്കം 0.75. എന്താ അതിന്റെ അർത്ഥമെന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും ധനികരായ 1% ആളുകൾ, അവരുടെ കയ്യിലാണ് രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിന്റെ ഏതാണ്ട് 40% ഇരിക്കുന്നത്. 40%? വെറും 1% ആളുകളുടെ കയ്യിൽ? അതെ. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ വരും. ഈ രണ്ട് വ്യത്യസ്ത ഡാറ്റാ സെറ്റുകൾ, ലോകബാങ്കിന്റെയും WIDയുടെയും, ഇത് രണ്ടും കാണുമ്പോൾ, പ്രത്യേകിച്ച് മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, ഇന്ത്യയുടെ വളർച്ചയുടെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ ചോദ്യങ്ങൾ വരും. ഈ K-ഷേപ്ഡ് വളർച്ച എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതായത് ഒരു കൂട്ടർ മുകളിലേക്ക് പോകുമ്പോൾ വലിയൊരു വിഭാഗം താഴേക്ക് പോവുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയോ ചെയ്യുന്നത്. അതെ, കൃത്യമായി. അതാണ് മെയിൻസിലെ പ്രധാന ചർച്ചാവിഷയം. ഒരു ഭാഗത്ത് സർക്കാർ വാദിക്കുന്നത് പോലെ കടുത്ത ദാരിദ്ര്യം കുറഞ്ഞു, ക്ഷേമ പദ്ധതികളൊക്കെ കാരണം സാധാരണക്കാരുടെ ഉപഭോഗം കൂടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് ശരിയായിരിക്കാം. എന്നാൽ മറുഭാഗത്ത് വിമർശകർ പറയുന്നത് ഈ ഉപഭോഗ കണക്ക് മാത്രം നോക്കി നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ്. യഥാർത്ഥ സാമ്പത്തിക ശക്തിയും അവസരങ്ങളും കേന്ദ്രീകരിക്കുന്നത് വരുമാനത്തിലും സമ്പത്തിലുമാണ്. XES ഡാറ്റ താരതമ്യത്തിന് അത്ര അനുയോജ്യമല്ല എന്നും അവർ പറയുന്നു. സമ്പത്തിന്റെ ഈ അമിതമായ കേന്ദ്രീകരണം ഒരു ഘടനാപരമായ പ്രശ്നമാണ്. ഇത് ദീർഘകാല വളർച്ചയ്ക്കും സാമൂഹിക സ്ഥിരതയ്ക്കും ഒരു ഭീഷണിയാണെന്നാണ് അവരുടെ വാദം. ശരിയാണ്. ഇത് UPSC മെയിൻസിന് GS പേപ്പർ 1-ൽ ഇന്ത്യൻ സമൂഹവും ദാരിദ്ര്യവും വികസന പ്രശ്നങ്ങളും എന്ന ഭാഗത്തും GS പേപ്പർ 3-ൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്ന ഭാഗത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു സമതുലിതമായ കാഴ്ചപ്പാടിൽ എങ്ങനെ എത്താം? ദാരിദ്ര്യം കുറയുന്നത് തീർച്ചയായും നല്ല കാര്യം, അതിൽ സംശയമില്ല. പക്ഷേ അതേസമയം ഈ വരുമാനത്തിലും സമ്പത്തിലുമുള്ള ഭീമമായ അന്തരം, അതിനെ നമുക്ക് അവഗണിക്കാനാവില്ല. വെറും ക്ഷേമ പദ്ധതികൾ മാത്രം മതിയോ, അതോ ഘടനാപരമായ മാറ്റങ്ങൾ വേണോ? തീർച്ചയായും ഘടനാപരമായ മാറ്റങ്ങൾ വേണം. ഈ ലേഖനം തന്നെ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, കൂടുതൽ പുരോഗമനപരമായ ഒരു നികുതി ഘടന. അതായത് വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്ക് കൂടുന്നത്. ഒരുപക്ഷേ ഉയർന്ന സമ്പത്തിനും അനന്തരാവകാശത്തിനുമൊക്കെ നികുതി ഏർപ്പെടുത്തുന്നത് ആലോചിക്കേണ്ടി വരും. അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ കൂടുതൽ പണം മുടക്കണം. എല്ലാവർക്കും ഗുണമേന്മയുള്ള സേവനങ്ങൾ ഉറപ്പാക്കണം. പിന്നെ ന്യായമായ വേതനം നൽകുന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. ഏറ്റവും പ്രധാനമായി വരുമാനം, സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയമായ കൃത്യമായ ഡേറ്റ സർക്കാർ ലഭ്യമാക്കണം.
എന്നാലേ നമുക്ക് ശരിയായ ചിത്രം കിട്ടൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് അളവുകോൽ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് ഇന്ത്യയിലെ അസമത്വത്തിന്റെ ചിത്രം മാറുകയാണ്. ഉപഭോഗം ഒരു കഥ പറയുമ്പോൾ വരുമാനവും സമ്പത്തും മറ്റൊരു ഒരുപക്ഷെ കൂടുതൽ ഗൗരവമുള്ള യാഥാർത്ഥ്യം കാണിച്ചു തരുന്നു. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ എങ്ങനെയാണ് എല്ലാവരിലേക്കും കൂടുതൽ നീതിയുക്തമായി നമുക്ക് എത്തിക്കാൻ കഴിയുക? ഇതൊരു പ്രധാന ചോദ്യമാണല്ലേ? അതെ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിലെ ഒരു പ്രധാന വാർത്തയാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. മിസോറാമിലെ അഭയാർത്ഥി പ്രതിസന്ധി. അതായത് മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് കൂടുന്നതും അത് മിസോറാമിലുണ്ടാക്കുന്ന ഒരുപാട് വെല്ലുവിളികളും. അതാണ് വിഷയം. നിങ്ങൾ ഇപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഇതെന്തായാലും ശ്രദ്ധിക്കണം. പ്രിലിംസിൽ നോക്കുവാണെങ്കിൽ കറണ്ട് ഇവൻറ്റ്സ്, പൊളിറ്റി, ജോഗ്രഫി, പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി ഇതിലൊക്കെ വരാം. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 1 ഇന്ത്യൻ സമൂഹം, GS 2 ഇന്ത്യയും അയൽരാജ്യങ്ങളും, പിന്നെ GS 3 ഈ അതിർത്തി സുരക്ഷാ പ്രശ്നങ്ങൾ. ഇതിലൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ? നമുക്കൊന്ന് നോക്കാം. വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മ്യാൻമറിലെ 2 ഗ്രൂപ്പുകൾ, ചിൻ നാഷണൽ ഡിഫൻസ് ഫോഴ്സ്, പിന്നെ മറ്റേത് ചിൻ ലാൻഡ് ഡിഫൻസ് ഫോഴ്സ് ഹ്വാൾ അങ്കോരാം, ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കാരണം ഏകദേശം ഒരു 4000 പേരാണ് ഈ അടുത്ത സമയത്ത് മിസോറാമിലേക്ക് വന്നത്. ഈ പ്രശ്നം ശരിക്കും രൂക്ഷമായത് 2021 അവിടെ ഒരു പട്ടാള അട്ടിമറി നടന്നില്ലേ, അതിനുശേഷമാണ്. പക്ഷേ ഇതിലൊരു ഒരു പ്രത്യേകതയുണ്ട്. മിസോറാമിലെ മിസോ വംശജരും ഈ മ്യാൻമറിൽ നിന്ന് വരുന്ന ചിൻ വംശജരും അവർ ഒരേ സോ വംശീയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു ബന്ധം കാണണം. മിസോറാമിലെ ആളുകൾക്ക് ഇവരോടൊരു പ്രത്യേക അടുപ്പമുണ്ട്. അവരെ സ്വീകരിക്കാനും അവർ തയ്യാറാണ്. അതെ, ആ വംശീയ ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു? ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ ഒരു ഫ്രീ മൂവ്മെന്റ് റെജീം, അതായത് FMR ഉണ്ടായിരുന്നു. ആളുകൾക്ക് വിസയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിവരെ പോകാനുള്ള സൗകര്യം. അത് താൽക്കാലികമായി നിർത്തിവെച്ചു. കാരണം സിമ്പിളാണ്. ഇത്രയധികം ആളുകൾ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങൾക്ക് അത് താങ്ങാൻ പറ്റില്ല. വലിയ സമ്മർദ്ദമാണ് വരുന്നത്. പിന്നെ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ 1951 UN അഭയാർത്ഥി ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. അത് പ്രധാനമാണ്. അതെ, അതുകൊണ്ട് തന്നെ രാജ്യത്ത് അഭയാർത്ഥികൾക്കായിട്ട് ഒരു വ്യക്തമായ നിയമം അതില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് മിസോറാം ഗവൺമെന്റ് സ്വന്തം നിലയ്ക്ക് ഒരു ബില്ല്, മിസോറാം മെയിൻ്റനൻസ് ഓഫ് ഹൗസ് ഹോൾഡ് രജിസ്റ്റേഴ്സ് ബിൽ പാസാക്കാൻ ശ്രമിക്കുന്നത്. അതായത് സംസ്ഥാനത്തേക്ക് വരുന്ന വിദേശികളെ തിരിച്ചറിയാനും അവരുടെ കണക്കെടുക്കാനും. ഇത് പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു തർക്കത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ശരി. അപ്പോൾ നമുക്ക് പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ചില പ്രധാന ആശയങ്ങൾ ഒന്നുറപ്പിക്കാം. ഒന്ന്, റെഫ്യൂജി അഥവാ അഭയാർത്ഥി. അതായത് സ്വന്തം നാട്ടിൽ പീഡനം നേരിടേണ്ടി വരും എന്നുള്ള പേടികൊണ്ട് രാജ്യം വിടുന്ന ആൾ. പിന്നെ 1951 അഭയാർത്ഥി ഉടമ്പടി. ഇത് അഭയാർത്ഥികളുടെ അവകാശങ്ങൾ പറയുന്നു, പ്രത്യേകിച്ച് ആ നോൺ റീഫുൾമെന്റ് തത്വം, അതായത് നിർബന്ധിച്ച് തിരിച്ചയക്കരുത് എന്നത്. പിന്നെ FMR ഫ്രീ മൂവ്മെന്റ് റെജീം, അത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. പിന്നെ ഈ സോ എത്നിക് ഗ്രൂപ്പ്, ഇത് മിസോറാം, മണിപ്പൂർ, മ്യാൻമർ, ബംഗ്ലാദേശ് ഇവിടെയൊക്കെയായി പരന്നുകിടക്കുന്ന ഒരു വലിയ വംശീയ വിഭാഗമാണ്. ശരിയാണ്. ഈ ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മെയിൻസിലേക്ക് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കോംപ്ലക്സ് ആവും. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണ് നടക്കുന്നത്. ഒന്ന്, മാനുഷിക പരിഗണനകൾ. അതിർത്തി കടന്ന് സഹായം തേടി വരുന്നവരെ നമ്മൾ സഹായിക്കണ്ടേ എന്നുള്ള ചോദ്യം. മറ്റൊന്ന്, രാജ്യത്തിന്റെ സുരക്ഷ. ഇങ്ങനെ ആളുകൾ വരുമ്പോഴുണ്ടാകാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ. അപ്പോ ഈ സോ വംശീയ ബന്ധം ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടാവല്ലോ അല്ലേ? തീർച്ചയായും. കാരണം ആ ബന്ധമുള്ളതുകൊണ്ട് മിസോറാമിലെ പ്രാദേശിക സമൂഹം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നു. അത് മാനുഷികമായിട്ട് നല്ലതാണെങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ, വിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദം,
ജനസംഖ്യയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആശങ്കകളാണ്. ചിലപ്പോൾ ഈ അഭയാർത്ഥികളുടെ മറവിൽ വേണ്ടാത്ത ആളുകൾ, തീവ്രവാദികൾ നുഴഞ്ഞുകയറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു സന്തുലിതമായ ഒരു സമീപനം വേണം. അതാണ് പ്രധാനം. മാനുഷിക പരിഗണന വേണം, അതേസമയം സുരക്ഷയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ചില വഴികൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഒരു ദേശീയ തലത്തിൽ ഒരു അഭയാർത്ഥി നിയമം കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമല്ല. പിന്നെ അതിർത്തിയിലെ സുരക്ഷ കൂട്ടുക, കേന്ദ്രവും മിസോറാം ഗവൺമെന്റും തമ്മിൽ നല്ല സഹകരണമുണ്ടാവുക, മിസോറാമിന് കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കുക, അതുപോലെ മ്യാൻമറുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുക, ഇതൊക്കെയാണ് മുന്നോട്ട് വയ്ക്കാവുന്ന കാര്യങ്ങൾ. ശരി. അപ്പോ മിസോറാമിലെ ഈ അഭയാർത്ഥി പ്രതിസന്ധി എന്ന് പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട പ്രാദേശിക പ്രശ്നം മാത്രമല്ല. ദേശീയ സുരക്ഷ, വിദേശനയം, മാനുഷിക പരിഗണന, വംശീയ ബന്ധങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ഈയൊരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഒരു ഭാഗത്ത് മാനുഷികതയും ആ വംശീയ ബന്ധവും, മറുഭാഗത്ത് രാജ്യസുരക്ഷയും വിഭവങ്ങളുടെ കുറവും. ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്കും കൂടുതൽ ആലോചിക്കാം. അപ്പോൾ നാളെ പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.